ഇന്നിൻ്റെ സൂപ്പർ സ്റ്റാറുകളെ, സദസ്സിലിരിക്കുന്ന നാളെയുടെ സൂപ്പർ സ്റ്റാറുകളെ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു അവാർഡ് മേടിക്കാത്ത ആരെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവാർഡുകൾ പലപ്പോഴും അപകടവും അപഹാസ്യവുമായി പോകുന്ന ഒരു കാലത്തോടാണ് നമ്മൾ പോകുന്നത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്നോട് ക്ഷമിക്കണം. തുണ്ടുപടത്തിലെ നായികയ്ക്ക് പോലും അവാർഡ് കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ തികച്ചും വ്യത്യസ്തമായി സൗത്ത് ഇന്ത്യൻ അവാർഡ് എന്ന പേരിൽ 150 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ 2-3 മാസമായി ഒറ്റയാൾ പട്ടാളത്തിൻ്റെ ഒരു ഭീകരമായ യുദ്ധത്തിലൂടെ ഒരു ഡോക്ടർ RS പ്രദീപ് ഈ കല്യാണ ദിവസം പെണ്ണിനെ അണിയിച്ചൊരുക്കി വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ കലവറയിലായിരിക്കും. കല്യാണ മണ്ഡപത്തിൽ അയാളെ കാണാൻ കിട്ടില്ല. അവസാനം അയാളെ പൊക്കിക്കൊണ്ട് വരുന്നത് മറ്റേ പന്തലുകാരനെ പിരിച്ചുവിടാനും സദ്യക്കാരനെ പിരിച്ചുവിടാനും ഒക്കെ. അതുപോലെ എൻ്റെ സുഹൃത്ത് RS പ്രദീപ് ഇവിടെ ഞങ്ങളൊക്കെ ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് വന്ന് സ്പ്രേയൊക്കെ അടിച്ച് ഈ വേദിയിൽ ഈ അവാർഡ് ഇങ്ങനെ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നിലും പങ്കെടുക്കാതെ അവിടെയും ഇവിടെയൊക്കെ ഭ്രാന്ത് പിടിച്ച് ഓടി നടപ്പുണ്ട്. ആ RS പ്രദീപിന്, നിങ്ങൾക്ക് ഈ പുരസ്കാരം തരുന്ന ആ ദാതാവിന്, ആ വലിയ കലാകാരന് ഒരു വലിയ കയ്യടി കൊടുക്കണം പ്ലീസ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ 27 വർഷമായിട്ട് തിരക്കഥ എഴുതുന്നു പറയുന്നു, കമൻട്രി ചെയ്യുന്നു. പക്ഷേ എനിക്ക് പേടിയായി ഇപ്പോഴും ഞാൻ കലാകാരനാണെന്ന് പറയാൻ. അമ്മച്ചിയാണ്. കാരണം കല എന്ത് എന്നൊരു ബോധ്യം എവിടെ നിന്നും അബദ്ധം പറ്റി ഉള്ളിൽ കയറിപ്പോയതുകൊണ്ട് ഈ മറമാണിയുടെ അവസ്ഥയാണ്. ചാടിപ്പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ, ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞു, ടിപ്പാണ് നിങ്ങൾക്കെന്ന്. സത്യമാണ്. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഭീകരമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും എവിടെയും അവാർഡ് കിട്ടുന്ന ഒരു സമയത്ത് 150 പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന്, അത് ഏറ്റവും കഴിവുള്ള നിങ്ങൾ, അത് ടിപ്പാവട്ടെ, അവാർഡാവട്ടെ, പുരസ്കാരമാകട്ടെ, ഇഷ്ടമാകട്ടെ, സ്നേഹമാകട്ടെ, നിങ്ങളെ സെലക്ട് ചെയ്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ച് നിങ്ങൾക്ക് ഈ പുരസ്കാരം തരികയാണ്. ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട്, കാരണം നിങ്ങൾക്കൊക്കെ 8 മണിക്ക് പോകേണ്ടവരാണെന്ന് ഞാൻ എറണാകുളത്തു നിന്ന് വണ്ടി ഓടിച്ച് വന്നു. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് എൻ്റെ സുഹൃത്ത് RS പ്രദീപ് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാതെ പോയാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കല എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ള എവിടെയോ കേട്ട് അപകടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് കലാകാരനാണെന്ന് പലപ്പോഴും അങ്ങ് വെച്ച് കാച്ചി പറയാൻ ബുദ്ധിമുട്ടുള്ളത്. ഈ ഓസ്ട്രിയയുടെ തെരുവിലൂടെ രാത്രിയിൽ നിലാവ് കാണാൻ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോയത് പണ്ടെവിടെയോ വായിച്ചിട്ടുണ്ട്. അയാൾ നടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു പിയാനോയിൽ നിന്ന് സംഗീതം കേട്ടുവെന്നും, അയാൾ നോക്കുമ്പോൾ ഒരു ജനാലക്കപ്പുറത്ത് നിന്നും ഒരു പാട്ട് ഒഴുകി വരുന്നു, ഒരു കമ്പോസിഷൻ ഒഴുകി വരുന്നു. അയാൾ അവിടെയൊക്കെ ചെന്നപ്പോൾ അതിസുന്ദരിയായ വെള്ളാരം കണ്ണുകളുള്ള സ്വർണ്ണമുടിയുള്ള അല്ല മാലാഹ കുഞ്ഞിനെ പോലെ ഒരു കൊച്ചവിടെ നിന്ന് പിയാനോയിൽ പാടുന്നു. അപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ സംഗീതമാണ്? അത് ബെഥോവൻ്റെ സംഗീതമാണെന്ന് പറഞ്ഞു. ബെഥോവനെ നീ അറിയുമോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. നിങ്ങളാരെന്ന് ചോദിച്ചു. ഞാൻ ഈ ഒരു യാത്രക്കാരനാണ്, രാത്രിയിൽ എന്താ പരിപാടി? അത് നിലാവ് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഞെട്ടിക്കുന്ന ഒരു ചോദ്യം, നിലാവോ? അതെന്തു വന്ന്? അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് മനസ്സിലായത് ഈ പെങ്കൊച്ചിന് കണ്ണ് കാണില്ല എന്ന്. കുഴഞ്ഞുപോയി. കാരണം ഈ നിലാവ് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞു, നീ ആ പിയാനോ തള്ളി ഈ ജനാലക്കലേക്കൊന്ന് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ കൈയിട്ട് അതിനകത്തൂടെ വിരലുകൾ ഇങ്ങനെ മീട്ടിയിട്ട് നിലാവ്, താൻ കാണുന്ന കുട്ടി കാണാത്ത നിലാവ് മീട്ടിക്കൊടുത്തു എന്ന്. അതാണ് ലോകത്തെ ഏറ്റവും മാസ്റ്റർ പീസായി ബെഥോവൻ്റെ മാറുന്ന സിംഫണി ഓഫ് മൂൺലൈറ്റ് എന്ന് പറയുന്നത്, നിലാവിൻ്റെ സംഗീതം. വേറെ വലിയ കോമഡി ഉള്ളത്, ഈ ചോദിച്ച ബെഥോവന് ചെവി കേൾക്കൂലായിരുന്നു. ഇയാൾ എങ്ങനെ ഈ ജനാലക്കിലൂടെ ഒഴുകി വന്ന പാട്ടു കേട്ടു എന്ന് നമ്മൾ അന്തം വിട്ടു പോകും. അതാണ് കല. കണ്ണു കാണാത്ത പൊട്ടക്കണ്ണിയായ കൊച്ചിനു വേണ്ടി ചെവി കേൾക്കാത്ത ബെഥോവൻ വായിച്ചു കൊടുത്ത നിലാവിൻ്റെ സംഗീതം പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഇവിടെ നിലനിൽക്കുമെങ്കിൽ അതാവണം കല. കലയ്ക്ക് ജാതിയില്ല, മതമില്ല. ഞാനിവിടെ കണ്ടു കന്യാസ്ത്രീകളുണ്ട്, അവാർഡ് വാങ്ങിക്കൊണ്ട് കണ്ണീരോടൊരമ്മ ഇറങ്ങിപ്പോകുന്നു. പ്രദീപിനെ അഭിമാനിക്കാം. പ്രദീപിൻ്റെ ഒപ്പമുള്ള സഹോദരങ്ങൾക്കും ഈ സംഘാടകർക്കും വല്ലാതെ സന്തോഷിക്കാം. കാരണം വലിയ ഭാവന പറഞ്ഞു വെച്ചവരുടെ പിന്നാലെയാണ് നിങ്ങളും ഞാനും ഒക്കെ വന്നത്. പിന്നെ എങ്ങനെ നമ്മളൊക്കെ അവകാശപ്പെടുന്ന കലാകാരന്മാരാണെന്ന്? പ്രപഞ്ചമുണ്ടായത് ഒരു മുട്ടയുടെ രൂപത്തിലാണെന്നും വിശ്വകർമാവെന്നൊരുത്തനാണ് ഉണ്ടാക്കി വെച്ചതെന്നും ഒക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങേര് സൂര്യനെ പിടിച്ചിട്ട് അങ്ങേരുടെ മരുമകൻ ആക്കി
ആ ശിഖയ്ക്ക് കെട്ടിച്ചു കൊടുത്തതും ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ പെണ്ണ് പറഞ്ഞ് ഇയാളോടൊക്കെ കിടക്കാൻ പറ്റത്തില്ല, കാരണം ഒടുക്കത്തെ ചൂടാന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് പിടിച്ചിട്ട് ഷാണോപല യന്ത്രം എന്ന് പറയുന്ന സാമാനത്തെ വെച്ചിട്ട് ഒരച്ചിട്ട് 8-1 സൂര്യൻ, നമ്മളിന്ന് കാണുന്ന അങ്ങേര് ഒരച്ചുണ്ടാക്കിയ സൂര്യനാ, എന്നിട്ട് പെണ്ണിന് കൊടുത്തു മരുമകനെ എന്നൊക്കെ പറയുന്ന ഭാവന കണ്ടവൻ്റെ നാട്ടിൽ 10-25 സീരിയൽ എഴുതിയെന്നും 100-130 കമൻട്രി ചെയ്തൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ കലാകാരൻ പറഞ്ഞാൽ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങും പോയി നമുക്കൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പേ നടന്നു പോയ പൂർവ്വസൂരികൾ, ഇതൊന്നും ജാതിയും മതമൊന്നുമില്ല കേട്ടോ. 24,000 ശ്ലോകങ്ങളാൽ സമൃദ്ധമായ രാമായണം പറയുന്നതും 1189 അധ്യായങ്ങൾ പറയുന്ന ബൈബിളും 6,666 ആലത്തുകളുള്ള ഖുറാനും എടുത്ത് നോക്കിയാൽ ഇതൊക്കെ അപ്പുറം കിടക്കുക. നമ്മൾ പിന്നെ എന്നാ കാണിക്കാനാണ് നിൽക്കുന്നത്? എന്നിട്ട് എന്തൊരു അഹങ്കാരം എന്നറിയോ? അതുകൊണ്ട് ഇവിടെ നിറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ടിപ്പാ മേടിച്ചത് പുരസ്കാരം അല്ലെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. കാരണം നമ്മളൊക്കെ വിജയികളായിട്ട് ഇങ്ങനെ നിൽക്കുക, നമുക്ക് തരാൻ വേണ്ടി പ്രദീപിനെ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഇങ്ങനെ നിൽക്കുക. നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ ഉത്തരവാദിത്വമില്ല, നമ്മൾ കിടന്ന് ഉറങ്ങരുത്. അവന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മുടെ വലിയ കക്ഷികൾ എന്തൊരു സ്വപ്നങ്ങളാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അവകാശപ്പെടല്ലേ കേട്ടോ. അങ്ങനെ കാണോ അതിൻ്റെ അടുത്തെങ്ങാണോ എത്താൻ പറ്റുമ്പോൾ, സൂര്യനെ രാഗി എന്ന് സ്വപ്നം കാണാൻ പറ്റുമ്പോൾ നമ്മൾ കലാകാരന്മാരാണെന്ന് ചങ്കിൽ കൈവച്ച് പറയാനുള്ള ആർജവം ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഓരോ കലാകാരൻ്റെയും ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്വപ്നമുണ്ട്. അത് സാക്ഷാത്കരിക്കണം. എന്നിട്ട് ഞാൻ നാളെയുടെ സൂര്യൻ എന്ന് വിളിച്ചത് മനഃപൂർവ്വമാണ്. ഈ വേദിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ദാതാവാകുന്ന ദിവസം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ദൂരെ നിന്ന് എത്തിയ ആളുകളാണ്. ഞാനും ദൂരെ നിന്ന് ഓടിയെത്തിയെങ്കിൽ രാവിലെ തിരിച്ച് പോകേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടിക്ക് വിളിച്ച് എൻ്റെ ഒരു അവകാശം പോലെ പ്രദീപ് വിളിക്കുമ്പോൾ ഞാൻ ഓടി വരും. എൻ്റെ പ്രിയ സുഹൃത്ത് ഞാൻ ചങ്കോട് കെട്ടിപ്പിടിച്ച്, കാരണം അത്ര കഷ്ടപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ. ഇന്നലെ ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറയാം, ഞാൻ 150 ഫയലും ഇതും എടുത്തിട്ട് ഈ മൊമെൻറ്റും ഒക്കെ എടുത്ത് ഒറ്റയ്ക്ക് ഓടുക സഹോദര, എൻ്റെ ഭ്രാന്ത് എനിക്ക് അറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും പേരെ സംഘടിപ്പിച്ച് വൈലോപ്പള്ളിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന പുണ്യഭൂമിയിൽ, കവിത പുഷ്പിക്കുന്ന ഭൂമിയിൽ നമ്മളെ വിളിച്ച് വരുത്തി ഇത് തരിക. അതിൻ്റെ സന്തോഷം കണ്ടതിന് കേട്ടതിന് അവാർഡ് വാങ്ങിയ എല്ലാവർക്കും, ഈ വേദിയിലിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് എല്ലാവർക്കും മനസ്സും ശിരസ്സും നമിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.